വരുവാൻ കാലവിദാസന്നമാ. ഉന്നതനാഥൻ മണ്ണിൽ വരുവാൻ കാലവിദാസന്നമാ. ഉണർന്നു പ്രാർത്ഥിക്കുവിൻ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം എല്ലാവരും ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ മനുഷ്യനോ ദൈവ ഉദ്ദേശത്തിൽ നിന്നും വ്യതിചലിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നു. ദൈവ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് യോന. മഹാനഗരമായ നിനവയുടെ ദുഷ്ടത കണ്ട് നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുവാൻ ദൈവ യോനയെ ചുമതലപ്പെടുത്തി. എന്നാൽ ദൈവ ഇഷ്ടത്തിൽ വ്യതിചലിച്ച യോന തർശീസിലേക്ക് കപ്പൽ കയറി. ദൈവം കൽപ്പിക്കുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ടുന്നവരാ ദൈവമക്കൾ. ദൈവം പറയുന്നത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വരാം. നമ്മുടെ ഇഷ്ടം മറ്റൊന്നായിരിക്കാം. എന്തു തന്നെയായാലും ദൈവം പറയുന്നത് അനുസരിക്കേണ്ടുന്നവരാ ദൈവത്തിൻ്റെ മക്കൾ. തർശീസിലേക്ക് കപ്പൽ കയറിയ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങി. 1:5. കപ്പലിൻ്റെ അടിത്തട്ട് ഒളിവിടമാക്കിയ യോന ചിന്തിച്ചിരിക്കാം, ഇവിടെ കിടന്നാൽ ദൈവം എന്നെ കാണില്ല. ഇസ്രായേലിലെ 1ാമത്തെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത ശൗൽ ജനത്തിൻ്റെ മുൻപിൽ ഒളിച്ചു. ജനത്തിന് ശൗലിനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്ന ശൗലിനെ ദൈവം കണ്ടു. 1 ശമൂവേൽ 10:22. ഞാൻ എവിടെ ഒളിച്ചിരുന്നാലും എന്നെ കാണുന്നവനാ എൻ്റെ ദൈവം. ഒബദ്യാവിൻ്റെ പുസ്തകം 4-ാം വാക്യത്തിൽ ദൈവം പറയുന്നത്, നീ കഴുകിനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടി വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. അതെ, കർത്താവിൻ്റെ കണ്ണിൽ നിന്നും മറിഞ്ഞിരിപ്പാൻ ആർക്കും കഴിയില്ല. അഗ്നിജാലിക്കൊത്ത കണ്ണുള്ളവനാ നമ്മളുടെ കർത്താവ്. വെളിപ്പാട് 1:14. ദാവീദ് പറയുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കയ്യിനെ നടത്തും. സങ്കീർത്തനം 139, 7-9 കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങിയ യോനയെ ദൈവം കണ്ടു. യോനെ ഉണർത്തുവാൻ ദൈവം സമുദ്രത്തിൽ പെരുങ്കാറ്റ് അടിപ്പിച്ചു. കാറ്റ് ഭയപ്പെടുത്തുകയാൽ കപ്പലിലുള്ളവർ അവരവരുടെ ദൈവത്തോട് നിലവിളിച്ചു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും യോന ഒന്നും അറിയാതെ നല്ല ഉറക്കത്തില്ല. വിശ്വാസ സമൂഹ യോനയെ പോലെയല്ലേ ഇന്ന് യാത്ര ചെയ്യുന്നത്? ചുറ്റിലും സംഭവിക്കുന്ന ഒന്നും അറിയാതെ വിശ്വാസി നിദ്രയുടെ ആലസ്യത്തിലാണ്. ധനത്തിലും അതിൻ്റെ പ്രതാപത്തിലും ഭൗതിക സുഖത്തിലും വിശ്വാസി ഉറങ്ങിക്കിടക്കുകയാണ്. വിവിധ സാഹചര്യങ്ങളിൽ വേദനിക്കുന്ന അനേകർ നമുക്ക് ചുറ്റിലുമുണ്ട്. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് വിശപ്പടക്കുവാൻ ശ്രമിച്ച ലാസറിനെ പോലെയുള്ളവർ. ലൂക്കോസ് 16:21. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് ചിന്തിച്ച് നോഹയുടെ കാലത്ത് ജനം തിന്നും കുടിച്ചും വാഹം കഴിച്ചും വാഹത്തിന് കൊടുത്തും പോന്നതുപോലെ എന്ന് വിശ്വാസിയും സുഖിച്ചു പുളയ്ക്കുകയാ. മത്തായി 24:38. ജാതീയനായ കപ്പൽ പ്രമാണി അടിത്തട്ടിൽ കിടന്നുറങ്ങിയ യോനയെ കണ്ടെത്തി തട്ടി ഉണർത്തി പറഞ്ഞു, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന്. പക്ഷേ ദൈവം നമ്മെ കടാക്ഷിക്കും. 1:6. കപ്പൽ പ്രമാണി പറയുന്നത്, കപ്പലിലുള്ളവർ അവരുടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടും പ്രയോജനമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നീ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് നിന്റെ ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. കപ്പൽ പ്രമാണിയുടെ വാക്കുകൾ യോനയിൽ ഒരു ചലനവും ഉണ്ടാക്കിയില്ല. യോന പറയുന്നത്, എന്നെ എടുത്ത് സമുദ്രത്തിലിടുക, എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു. 1:12. കുഴപ്പക്കാരൻ ഞാനാ, എന്നെ കടലിൽ എറിഞ്ഞേര്. എങ്കിലും നീ പറഞ്ഞതുപോലെ ഒന്നും പ്രാർത്ഥിപ്പാൻ
എനിക്ക് കഴിയില്ല, ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല. ലോകം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന്. സകല ജാതികളും ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന നാളുകളാണ് നമ്മുടെ മുൻപിലുള്ളത്. എന്നിട്ടും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നത് മറന്ന് വിശ്വാസി ഉറക്കം നടിച്ച് കിടക്കുകയാ. വാസ്തവമല്ലേ? നമ്മുടെ പ്രാർത്ഥനയുടെ കുറവല്ലേ ഇന്ന് കാണുന്ന എല്ലാ കൊടുങ്കാറ്റുകൾക്കും കാരണം? ദേശത്ത് സമാധാനമില്ലാതാകുന്നതിനും മറ്റൊരു കാരണമില്ല. യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് പറഞ്ഞത്, മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. 2 ദിനവൃത്താന്തം 7:13-14. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് നിലവിളിക്കുവാൻ എന്നെ ഒരുക്കണമേ. ആമേൻ. മനമൊരുക്കി നീ എഴുന്നേൽക്കുക, മനുവെ തൻ വരവിൽ വീണ്ടെടുക്കുക. മനമൊരുക്കി നീ എഴുന്നേൽക്കുക, മനുവെ തൻ വരവിൽ വീണ്ടെടുക്കുക. എണ്ണയെ നിറച്ചിടുക, യേശുവിനായൊരുങ്ങിടുക. എണ്ണയെ നിറച്ചിടുക, യേശുവിനായൊരുങ്ങിടുക. ഉണർന്നു പ്രാർത്ഥിക്കുവിൻ, ഉണർന്നു പ്രവർത്തിക്കുവിൻ. ഉന്നതൻ നാഥൻ മന്നിതിൽ വരുവാൻ കാലവിദാസന്നമാ. ഉന്നതൻ നാഥൻ മന്നിതിൽ വരുവാൻ കാലവിദാസന്നമാ.